എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ രാവിലെ എനിക്കൊരു സർപ്രൈസ് കിട്ടി. പിന്നെ രണ്ടാമതൊരു സർപ്രൈസും കൂടെ കിട്ടി കേട്ടോ. ഇപ്പം നമ്മൾ ഇൻസ്റ്റയ്ക്കകത്ത് റീൽസിലൊക്കെ കാണുമല്ലോ, ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കില്ലേ. അതേപോലെ തന്നെ ഇന്നിവിടെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു ആരാ അയച്ചതെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു രഞ്ജോണൻ അല്ലെങ്കിൽ രമ്യ ചേച്ചി എന്ന് പറഞ്ഞു, അതായത് രഞ്ജോണൻ്റെ സിസ്റ്റർ. അവൾ പറഞ്ഞു അല്ല, ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് വന്നത് രമ്യയുടെ പേരാണ് കേട്ടോ. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഈ ആരാണ് രമ്യ എന്ന് ഞാൻ പറയാം. പണ്ട് നമ്മൾ ടിക്ടോക്കൊക്കെ തുടങ്ങിയൊരു സമയം ഉണ്ടായിരുന്നല്ലോ, അന്ന് പരിചയപ്പെട്ടതാണ്, ടിക്ടോക്ക് വഴി പരിചയപ്പെട്ടതാണ് രമ്യയെ. ഏകദേശം ഇപ്പോൾ ഒരു 9 വർഷത്തോളമായി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നു. അവളെൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാണ്. അവൾ പാലക്കാട് തന്നെ കേട്ടോ, ഞാൻ കൊല്ലവും. അവൾ ഇവിടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പാലക്കാടും പോയിട്ടുണ്ട്. അച്ഛനും അമ്മയും അവിടെ ഹസ്ബൻഡും മോനും എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷെ അവൾക്ക് ഒരു കാര്യത്തിലേ പരാതിയുള്ളൂ. ഞാനങ്ങനെ അവൾക്ക് ഞാൻ എന്നും വിളിക്കണം, ഫോൺ വിളിക്കണേ, പക്ഷേ ഞാനങ്ങനെ വിളിക്കാറില്ല. ആ ഒരു പരാതി മാത്രമാണ് അവൾ പറയുന്നത്. അതിന് ഞങ്ങളെപ്പോഴും വഴക്കിടാറുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു കുറച്ച് സമയമെങ്കിലും അവളുടെ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഓപ്പൺ ഇങ്ങനെ പറയുകയും, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഒക്കെ അവൾക്ക് എൻ്റെ അടുത്ത് അത് പറയണം. പക്ഷേ ചില സമയത്ത് അവൾക്ക് എന്നെ അങ്ങനെ കിട്ടാറില്ല, ഞാൻ വിളിക്കാറില്ല. അതിൻ്റെ ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം 2-3 ദിവസമല്ല, ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ പിണക്കത്തിലാണ് ആള്. പക്ഷേ ഇതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവൾ കൊടുത്തു വിട്ടത് നല്ല പാക്കിംഗ് ആണ് കേട്ടോ. കാർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് അവൾക്കറിയാം, കമ്മൽ. കുറേ കമ്മലുണ്ട് കേട്ടോ. ഇതൊക്കെ നെന്മാറ വേലയുണ്ടല്ലോ, നെന്മാറ വേലയ്ക്ക് പോയപ്പോൾ അവൾ വാങ്ങിയതാണേ. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബെല്ല വിറ്റയുടെ 2 പെർഫ്യൂം, പിന്നെ കിക്കറ്റ്, സ്നിക്കേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ഇനി രമ്യയെ കാണിച്ചു തരണ്ടേ, ആരാണ് രമ്യാന്ന്. ഇതാണ് രമ്യ. ഇനി വേറൊരു കാര്യമുണ്ട്, രഞ്ജോണൻ്റെ സിസ്റ്ററുടെ പേരും രമ്യ എന്നാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് രമ്യ എന്നാണ്. അതേപോലെ തന്നെ രഞ്ജോണൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ പേരും ഹരി എന്നാണ്, ഇവളുടെ ഹസ്ബൻഡിൻ്റെ പേരും ഹരി എന്നാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല ദിവസമായിരുന്നു. ദച്ചുമോളെ രഞ്ജോണനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കുണ്ടോ ഇതേപോലെ ഫ്രണ്ട്സൊക്കെ? കമൻറ്റിൽ പറയണേ. അപ്പോൾ ബൈ.